കാരണം ആ റോഡിന്റെ തുടക്കത്തിൽ ഒളിമ്പ്യൻ ശ്രീജേഷ് റോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ആ വഴി കടന്നു പോകുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഇങ്ങനെ ആകാൻ കഴിയുമെന്നുള്ളൊരു ഇൻസ്പിറേഷൻ കൂടിയാണ്. അത് 2014 ഏഷ്യൻ ഗെയിംസിന് എനിക്ക് ഗോൾഡ് മെഡലായിരുന്നു. അന്ന് നമ്മൾ പാകിസ്ഥാനെ ഷൂട്ടൗട്ടിൽ തോപ്പിച്ചിട്ട് നമ്മൾ മെഡൽ മേടിച്ച് നാട്ടിൽ വരുന്നു. അന്നൊരു ഭയങ്കര വലിയ സ്വീകരണമായിരുന്നു എനിക്ക് അവിടെ ഒരുക്കിയിരുന്നത്. അന്ന് MLA അദ്ദേഹം വീട്ടിൽ വന്നിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഉമ്മൻചാണ്ടി സാർ വീട്ടിൽ വന്നു. അന്നേരമാണ് MLA പറഞ്ഞത്, സാർ ഈ ഒരു ബൈപ്പാസ് പുതിയതായിട്ട് വന്നതാണ്, ഇത് ഞാൻ ശ്രീജേഷിന്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയൊരു ഇതായിരുന്നു. കാരണം നമ്മളെല്ലാം PT ഉഷ റോഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, ഡൽഹിയിലേക്ക് കഴിഞ്ഞാൽ മിൽഖാ സിംഗ് റോഡ്, അങ്ങനെ ഓരോ മാർഗം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇത് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് എന്ന് പറയുന്നത് കിഴക്കമ്പലത്താണോ ജനിച്ചത്, അതോ പള്ളിക്കരയിലാണോ ജനിച്ചത്, അതോ ഡൽഹിയിലാണോ ജനിച്ചത്, നമുക്ക് ആത്മാർത്ഥതയുണ്ടോ, ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടോ, നമുക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും എന്നതിൻ്റെ ഒരു തെളിവാണ് അതെപ്പോഴും. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കുന്ന ഒരു കാര്യം അല്ല, ഞാനിവിടെ ജനിച്ചു, എനിക്ക് എൻ്റെ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല, അങ്ങനെ ജീവിക്കുന്നവരാണ് പലരും. കാരണം ഇവിടെയൊക്കെ പഠിക്കുന്നവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനാണ് അല്ലെ. അവർക്ക് അതിൽ കൂടുതലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഏതെങ്കിലും ഒരു ചെറിയ ജോലി മാസം 10,000 രൂപ 15,000 രൂപ കിട്ടിയാൽ മതി, എനിക്ക് സിമ്പിൾ ആണ്. അപ്പൊ അവരുടെ ചിന്ത അത്രേ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകം വിശാലമാണ്. യെസ്, അപ്പം അതിനൊക്കെ ഉള്ളൊരു ഉദാഹരണം പോലെ. പിന്നെ എന്റെ മക്കളും പറയുന്നുണ്ടല്ലോ, നിന്റെ അപ്പന്റെ റോഡാണെന്ന് ചോദിക്കുമ്പോ അതാണ് എന്റെ അപ്പന്റെ റോഡാണ് എന്ന് പറയുന്ന രീതിയിൽ അതൊരെണ്ണം കിടക്കട്ടെ. നമുക്ക് ഇതിൽ രസമുള്ളൊരു കാര്യമായിട്ട്, ഞാൻ ഒരിക്കൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് അതിന്റെ മുമ്പിൽ കൂടെ പോകുന്ന സമയത്ത് ശ്രീജേഷ് ആ വീട്ടിലുണ്ടെന്ന് കണ്ടിട്ട് ഞാൻ വണ്ടി അവിടെ ചവിട്ടി നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെ റോഡിന് കുറച്ചൊന്നൊരു ഒരു ചെറിയ ബ്ലോക്ക് വന്നു. ആ ബ്ലോക്ക് വന്ന സമയത്ത് ഓവർടേക്ക് ചെയ്ത് പോയ ഒരാള് എന്റെ മുഖത്തേക്ക് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നിന്റെ അച്ഛന്റെ റോഡാണോ എന്നുള്ള മട്ടിന് മുഖത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോ ശ്രീജേഷ് അവന്റെ മുഖത്തേക്ക് അല്ല, ഇത് എന്റെ റോഡാണ്. ഇല്ല, അതാണ് ഇതിനേക്കാളും വലിയൊരു അംഗീകാരങ്ങളൊന്നും കിട്ടാനില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഓർക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ലെഗസി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയൊരു ഉദാഹരണങ്ങൾ മാത്രമാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ. രാത്രി 10 മണി വരെ, ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയി, എൻ്റെ ഒരു റിലേറ്റീവിന്റെ കല്യാണം, രാത്രി 12 1 മണിയൊക്കെ ആൾക്കാർ ഇരുന്ന് വർത്താനം പറയും. 10 മണിയാകുമ്പോഴത്തേക്ക് ടിക് ടിക് അടിക്കാൻ തുടങ്ങും. എടാ ഉറങ്ങണം സമയമായി. പായസം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ തടി കൂടരുത്, ഫിറ്റ്നസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ രാവിലെ മഴയാണ്, കിടന്നുറങ്ങണം, നല്ല കിടന്നുറങ്ങണം വീട്ടിൽ വന്നാൽ. പക്ഷെ എന്നാലും ഒരു ഇൻഡിക്കേഷൻ വരും, ഇല്ല ഓടാൻ പോകണം, അല്ലെങ്കിൽ ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ ഇപ്പം കുറെ നേരം നിൽക്കുവാണ്, ഇപ്പൊ ഒരു 1-2 മണിക്കൂർ 3 മണിക്കൂർ കൂടുതൽ നിന്നു, അത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടമില്ല, കാലിനധികം സ്ട്രെസ് കൊടുക്കരുത്. ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. കാരണം എവിടെയെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് എൻഗേജ് ആയിട്ട് ഒരിടത്തും നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും നമ്മുടെ മനസ്സിൽ പ്ലെയർ ആണല്ലോ, ഫിറ്റ്നസ് വേണമല്ലോ, അല്ലെങ്കിൽ കളിക്കണമല്ലോ, ആ ഒരു ചിന്താഗതി ഉണ്ടാവും. അപ്പം